ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. തംബ്നെയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇന്നത്തെ ഇത് എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് കുത്ത് അതാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഉമ്മയും കൂടെ ഒന്ന് ഊര് തണ്ടാൻ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് റെഡിയായി ഇതേ ജി ടെക്കിലേക്ക് പോവാണ്. ഞാനിന്ന് ഊബറിലാണ് കേട്ടോ പോയത്. കാരണം എനിക്ക് ഈ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ എവിടെ കണ്ടാലും പിന്നെ എൻ്റെ കാര്യം പോക്കാണ്. അങ്ങനെ ഞാൻ ജി ടെക്കിലെത്തി, എൻ്റെ ലാപ്പ് എടുത്തു. പിന്നെ തലേ ദിവസത്തെ വർക്ക്സ് കുറച്ച് പെൻഡിങ്സ് ഉണ്ടായിരുന്നു, അതെടുത്തു, അത് തീർത്തു. പിന്നെ പുതിയ ടോപ്പിക്ക് മാം എടുത്തു. ഞാനിപ്പോൾ ഡിഫ പ്ലസ് അഡ്വാൻസ് എക്സലാണ് ചെയ്യുന്നത്. അതിനകത്ത് അഡ്വാൻസ് എക്സലിൽ വേർഡ് കഴിഞ്ഞു. അഡ്വാൻസ് എക്സൽ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ അഡ്വാൻസ് എക്സൽ എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പവർ പോയിൻറ്റിലേക്ക് കിടക്കണം. പക്ഷേ ഇപ്പോൾ 1 മന്തോളമായിട്ട് ഞാൻ ലീവാണ്. നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കാലൊടിഞ്ഞ് ആ രീതിയിൽ വന്നതുകൊണ്ട് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ വീഡിയോ എനിക്ക് കംപ്ലീറ്റ്ലി പെർഫെക്ഷനായിട്ടൊന്നും ചെയ്യാനറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് ആവുന്നത്, ഇതെൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കണം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരുടെ ലൈഫിലും അല്ലെങ്കിൽ ജീവിതത്തിൽ ആരും കാണാത്ത ചില അധ്യായങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് അത്ര സാഹിത്യമൊന്നും അറിയത്തില്ല, എന്നെങ്കിലും ആരും കാണാത്ത ചില, അല്ലെങ്കിൽ ആരെയും അറിയിക്കാൻ താല്പര്യമില്ലാത്ത ചില ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചില ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഞാനെല്ലാം അവസാനിപ്പിച്ച് നിർത്താം, ജീവിതം തന്നെ നിർത്താമെന്നുള്ള നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിർത്തിയത് കൊണ്ട് ആർക്കാ നേട്ടം, ആർക്കാ നഷ്ടം? എനിക്ക്. ഇങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തർക്കുമാണ് നഷ്ടം. കുറേ തവണ ലൈഫ് എന്നെ പിടിച്ച് താഴെയിടും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും താഴെയിടും, വീണ്ടും എഴുന്നേൽക്കും. ഇതിപ്പോൾ ഒരു റിപ്പീറ്റഡ്ലിയാണ്. പക്ഷേ ഞാൻ പഠിച്ചു, ഒരു വലിയൊരു ലെസൺ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ തോറ്റു കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ തോറ്റു കൊടുക്കത്തുമില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ്. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ, ഇപ്പോൾ പലരുടെയും വീഡിയോസിലും മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ലക്ഷ്യത്തിലെത്താൻ ഒരു കുറുക്ക് വഴിയില്ല. നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം. ആദ്യം ഫസ്റ്റ് തന്നെ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആവില്ല ഒരിക്കലും. ചെയ്യാൻ തുടങ്ങും, തടസ്സങ്ങൾ വരും, വീഴും, തളർത്തും, തകരും, വീണ്ടും ഇത് തന്നെ ആയിരിക്കും. ഫിനാൻഷ്യലി, മെൻ്റലി ഒക്കെ നമ്മൾ തകർക്കാൻ നോക്കും നമ്മുടെ ചുറ്റുമുള്ളവർ. പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്ന് കരുതിയാൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ എന്ന് റിയലൈസ് ചെയ്യുന്നു, അന്നേ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഈ പറയുന്ന ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ നല്ല പൈങ്കിളി, ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, എനിക്കങ്ങനെ പ്രണയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടായിയുടെ വാവാച്ചി എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈപ്പ്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയൊക്കെ ആയിരുന്നു. കല്യാണം കഴിക്കുക, 2-3 മക്കളെ പ്രസവിക്കുക, ജീവിക്കുക, ഇതൊക്കെ തന്നെ റിപ്പീറ്റഡ്ലി. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ ഞാനത് മനസ്സിലാക്കി, അതൊന്നുമല്ല റിയൽ ലൈഫ് എന്നുള്ളത്. അതെന്താണ് ഇതെന്നുള്ളത് ഞാൻ വരും വീഡിയോകളിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ എനിക്കിപ്പോൾ 30 വയസ്സായി. അപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലരും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയൊരു എന്താ പറയുക, അപകർഷതാബോധമായിരുന്നു. എനിക്ക് 30 വയസ്സായി, എനിക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ 30 വയസ്സിൻ്റെ ഇടയിൽ മറ്റുള്ളവർക്ക് അത്ഭുതമായി തോന്നുന്ന, എല്ലാവരെയും കാര്യമല്ല, നമ്മളെ കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് അത്ഭുതകരമായി തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്.
ഞാൻ എൻ്റെ PG മോണ്ടിസോറി കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, അതിനിടയിൽ ട്രാൻസ്ലേഷൻ കോഴ്സ് ചെയ്തു. ഇപ്പോൾ ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്നു, ഓൺലൈൻ ടീച്ചറാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വരും വീഡിയോകളിൽ പറയാം. പുതിയ സ്കില്ലുകൾ പഠിക്കാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ GTech DIFA പ്ലസ് അഡ്വാൻസ് എക്സലൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എന്ന രീതിയിലല്ല പഠിക്കുന്നത്, മറിച്ച് എന്താ പറയുക, പുതിയൊരു സ്കില്ല്, നമുക്ക് പുതിയൊരു കാര്യം നമ്മൾ നേടിയെടുക്കുക. ഇപ്പോൾ അറിയാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ തന്നെ അധ്വാനിച്ച്, ഞാൻ തന്നെ ഫീസ് കൊടുത്ത്, ഞാൻ തന്നെ പഠിക്കുന്നു. ഞാനീ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാനീ പറയുന്നതിൽ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. കാരണം ഇത് ഫസ്റ്റ് ഞാൻ തുടങ്ങുന്ന യൂട്യൂബ് ചാനലാണ്. ഒരു ഏണിംഗ് പൊട്ടൻഷ്യൽ എന്നൊരു രീതിയിലാണ് ഞാനിത് തുടങ്ങിയത്. പക്ഷേ തുടങ്ങി വന്നപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏണിങ്സിനേക്കാളും കുറച്ചും കൂടെ എന്തോ ഒരു ഇഷ്ടം ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. വീണ്ടും തുടങ്ങി, വീണ്ടും പരാജയപ്പെട്ടു. ഞാനിപ്പോൾ ഈ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, മൈഗ്രെയിനാണ് പ്രത്യേകിച്ച്. ഇപ്പോൾ 1 മന്തോളമായിട്ട് ഞാനിപ്പോൾ എൻ്റെ കാലിൻ്റെ ഫ്രാക്ചർ അതൊക്കെ ആയിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വിജയിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. നമ്മുടെ സ്ട്രഗിൾസ്, നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ആൾക്കാർ കാണില്ല. നമ്മൊരു പർട്ടിക്കുലർ പൊസിഷനിലെത്തിയാൽ അവൻ്റെയൊക്കെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അവളുടെയൊക്കെ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ അവരത് കാണും. പക്ഷേ അതിൻ്റെ പുറകിൽ നമ്മൾ എന്തോരം ഹാർഡ് വർക്ക്, നമ്മുടെ പേഷ്യൻസ് ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ അല്ലേ, അത് അവിടെ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്, നമ്മുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നില്ല. അങ്ങനെ തോന്നുന്നവർ മനുഷ്യരുമല്ല. ചിലരെ വിജയം കാണുമ്പോൾ സന്തോഷമായിരിക്കും. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവർ ചെയ്ത് കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം. മറ്റ് ചിലരുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുള്ള, എനിക്ക് കിട്ടാത്തത് അവർക്കും വേണ്ട എന്നുള്ളൊരു രീതിയിൽ. അതൊരു അപകടമാണ്. ഓരോ വിജയത്തിന് പിന്നിൽ ഓരോരോ കഥയുണ്ട്. അത് നമ്മൾ ലൈഫിൽ എന്ന് റിയലൈസ് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മുടെ വിജയം. ഞാനിപ്പോൾ ഈ എടുക്കുന്ന ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് വിചാരിച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ട് എടുത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പലർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഇപ്പം ഞാനിവിടെ എൻ്റെ ലാപ്പിൽ തന്നെയാണ് ഞാനിവിടെ പഠിക്കുന്നത്. അവിടെ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഇത് കമ്പ്യൂട്ടറാണ് എന്ന് അല്ലാതെ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഈ ടൈമിലാണ് ഞാനൊരു ലാപ്പ് വാങ്ങിച്ചത്. ആ ലാപ്പ് വാങ്ങിച്ചപ്പോൾ അതിന് തന്നെ പഠിച്ചാൽ നമുക്കതൊരു കുറച്ചും കൂടെ അത് യൂസ് ചെയ്യാനും പഠിക്കും. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. അവിടെ നിന്ന് ഞാൻ എൻ്റെ ലാപ്പിലാണ് എല്ലാം ചെയ്യുന്നത്. എഡിറ്റിംഗ് ഒന്നും ഞാൻ ലാപ്പിൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല, കാരണം എനിക്കറിയില്ല. പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ലാപ്ടോപ്പിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ചെയ്യും. എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേരിത് നിങ്ങളിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. സ്വയം ഒരിക്കലും കൈവിടാൻ നിൽക്കരുത്. നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ചെറിയ യാത്ര ഒരു ദിവസം വലിയൊരു കഥ പോലെ ആയേക്കാം. അത് നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ഹാർഡ് വർക്ക് അതനുസരിച്ചിരിക്കും. അതുകൊണ്ട് പുതിയ സ്കിൽസ് പഠിക്കുക, ആൾക്കാരെ എക്സ്പീരിയൻസ് ചെയ്യുക, ഒരാളെയും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. ഇന്നത്തെ കാലത്ത് അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. നമ്മൾ ആരെ കൂടുതലായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നോ അവർ നമുക്ക് തീർച്ചയായിട്ടും പണി തന്നിരിക്കും. ആരെയും വിശ്വസിക്കേണ്ട, ആരെയും സ്നേഹിക്കേണ്ട എന്നൊന്നുമല്ല. ഒരു ലിമിറ്റ് വെക്കുക.
ഒരാളെ സ്നേഹിക്കുന്നതിലും ഒരാളെ വിശ്വസിക്കുന്നതിലും ഒരാളെ അടുപ്പിക്കുന്നതിലും ഒരാളെ അകറ്റുന്നതിലും എല്ലാത്തിലും ഒരു ലിമിറ്റ്, ഒരു ബൗണ്ടറി വെക്കുക. ആ ബൗണ്ടറി ക്രോസ് ചെയ്യരുത്. അത് നിങ്ങളായാലും നിങ്ങളായിട്ട് ഇടപഴകുന്ന ആരായാലും. ഇപ്പം ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരുമില്ല ഒന്ന് ആശ്വസിപ്പിക്കാനോ സങ്കടം പറയാനോ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ ഒന്ന് താങ്ങി നിർത്താനോ ഒരാളുമില്ല. ഞാനും ഒരു ഫാൻറ്റസി ലോകത്തായിരുന്നു. എന്നെ ആരെങ്കിലുമൊക്കെ സമാധാനിപ്പിക്കും, എന്നെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തും, എനിക്കങ്ങനെ വരും, എനിക്കിങ്ങനെ കിട്ടും എന്നൊക്കെ. അത് നമ്മുടെ വെറും തോന്നലാണ്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയുക എന്നല്ലാതെ വേറൊന്നും നമുക്കില്ല. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഡ്രീം ചേസ് ചെയ്ത് പിടിക്കുക. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവർക്കും പ്രയോറിറ്റി കൊടുക്കണം. പക്ഷേ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ മാത്രമായിരിക്കണം. അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ ആർക്കാണോ പ്രയോറിറ്റി കൊടുത്തത്, നമ്മളെക്കാൾ നമ്മൾ കെയർ കൊടുത്തത് ആർക്കാണോ, അവർ ഒരു പോയിന്റ് എത്തുമ്പോൾ ചോദിക്കും, നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി അതൊക്കെ ചെയ്യാൻ, നിന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്യാൻ. ആ ഒരിത് കേൾക്കാൻ ഇടവരുത്തരുത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്റ്റക്കായി പോകുന്ന ടൈമാണ് അതൊക്കെ. അപ്പോൾ എല്ലാം ഒരു ബൗണ്ടറിക്കപ്പുറം, അതായത് നമുക്ക് ഫിനാൻഷ്യലി ഓർ ഫിസിക്കലി ലൈഫിൽ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ വന്നേക്കാം. അത് ഇപ്പോൾ എത്ര കോടീശ്വരന്മാരാണെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് ഫിനാൻഷ്യലി ഫിസിക്കലി ഒക്കെ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം. പക്ഷേ ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മെൻ്റലി നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത പൊന്നുമക്കളെ നമ്മുടെ ലൈഫ് തന്നെ പോകും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മുടെ ലൈഫ് പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിലായി പോകും. എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നെ കാണാൻ കൊള്ളില്ല, എന്നെ ഭംഗിയില്ല, ഞാനൊന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ ഒരു തോട്ട്, ഒരു ട്രോമയിലേക്ക് നമ്മളെത്തും. എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. ഒരു പരിധിയിലപ്പുറം ആരെയും വിശ്വസിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർ അഭിപ്രായം പറഞ്ഞ് തീരുമാനമെടുക്കേണ്ട അവസ്ഥ വരുത്തരുത്. അതിന് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ഹാപ്പിനെസ് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഒരിക്കലും അരുതാത്തതൊന്നും ചിന്തിച്ചു കൂട്ടരുത്. മനസ്സിലായോ? ബി പോസിറ്റീവ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.